LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. BJPക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിന്റെ പൊതുവായ പ്രതികരണം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ മോദിക്കെതിരെ കേരളത്തിലുടനീളം സ്റ്റാർ ക്യാമ്പയിനറായി രംഗത്തെത്തിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും CPM സ്ഥാനാർത്ഥി നിന്നു വേർത്തു. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ട് പണിഞ്ഞവരൊക്കെ തിരിച്ചു പണിയുന്ന സമയമാണ്. ഓന്തോടിയാൽ ഏതുവരെ? വേലി വരെ, അല്ലാതെ എങ്ങോട്ട്? വേലി പൊളിയാതെ നോക്കണേ. 5 റൗണ്ടുകളിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ മുന്നിലെത്തി. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. ഇന്ത്യ മുന്നണിയിൽ സംസ്ഥാനം ഭരിക്കുന്ന എല്ലാവരും മോദിക്ക് കൂച്ചുവിലം കെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരാൾ പറന്നു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചു. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചു. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പാർട്ടിയുടെ നീതിബോധം. ഞങ്ങളുടെ പാർട്ടി അന്നും ഇന്നും സത്യത്തിനോടൊപ്പം മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. വാർത്ത കൊടുക്കുമ്പോ അത് മറക്കണ്ട, അല്ലാണ്ട് വെറും ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ആകരുത് കേട്ടല്ലോ. സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മധുരം നുകർന്നു. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ഇല്ലെങ്കിൽ അതും പോയനെ. എങ്ങനെ നമ്മൾ തോറ്റ്? വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അത് എങ്ങനെ തോറ്റു അത്ര ആലോചിക്കാൻ എന്താ ഉള്ളതെന്ന് ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അതന്നെ സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. 9 UDF നേതാക്കൾ ലക്ഷം ലീഡാണ് നേടിയത്. 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ഇവരുടെ ലീഡ്. ഭയങ്കരന്മാരെ സജീവ പ്രവർത്തകരാന്ന് പറയുന്ന കഴുതകൾക്ക് 500 എണ്ണത്തിനാണ് ഉച്ചയ്ക്ക് ചോറ് വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് ആ വോട്ട് എവിടെ? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. UDF ക്യാമ്പ് പോലും പ്രതീക്ഷിക്കാത്ത വിജയം കണ്ണൂരിൽ K സുധാകരൻ നേടി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സർക്കാരിനെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലമായ തളിപ്പറമ്പിലും സുധാകരന് വൻ ലീഡുണ്ടായി. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ ശ്രമം? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉറച്ചിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ വൻ വിജയം കാഴ്ചവെച്ച മട്ടന്നൂരിലും പലതവണ സുധാകരൻ ഒന്നാമനായി. സുധാകരന്റെ വിജയം BJPയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന ഇടതു പ്രതീക്ഷയും തകിടം മറിഞ്ഞു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. പുതുമുഖമായിരുന്നിട്ടും കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥി C രഘുനാഥ് പിടിച്ചത് 1 ലക്ഷത്തിലേറെ വോട്ടുകളാണ്. ജനകീയ മുഖമായ CPM അവതരിപ്പിച്ച KK ശൈലജ വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലൊന്നിൽ തോറ്റു. ചുരുക്കത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായി സംസ്ഥാനത്തെ ജനവിധി. നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. പഴി UDFൽ കെട്ടിവെക്കുകയാണ് CPM. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. UDFന്റെ സംഘടനയെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. അതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്.
എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നു. റേഡിയോയിലും പറഞ്ഞു. എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. അത് ജമാഅത്തെ STP ആണ്. അത് കുറച്ച് കാണണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി.